ഇങ്ങനെ കാണാം. അലുമിനിയം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മെറ്റൽസിനെ അടിച്ച് പരത്തിയിട്ട് ഷീറ്റുകളാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഈ പ്രോപ്പർട്ടി നമ്മൾ എന്താ പറയാ? മാലിയബിലിറ്റി എന്ന് പറയും. എന്താ പറയാ? മാലിയബിലിറ്റി എന്ന് പറയും. അപ്പൊ നമ്മള് എന്താണ് അലുമിനിയം ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഗോൾഡ്. നമ്മൾ ഇടുന്ന ഈ ഓർണമെന്റ്സ് ഇല്ലേ, ഗോൾഡിന്റെ ഓർണമെന്റ്സ് എന്ത് ചെയ്യുന്നതാണ്? ഭയങ്കര ഹാർഡ് ആയിട്ടാണെങ്കിൽ നമ്മള് അടിച്ച് പരത്തിയിട്ട് തിൻ ഷീറ്റ്സ് ഇങ്ങനെ നല്ല നേർത്തില് ഭയങ്കര ഷീറ്റ്സ് ആക്കി മാറ്റി. പ്രോപ്പർട്ടി നമ്മൾ എന്താ പറയാ? മാലിയബിലിറ്റി. എന്താ പറയാ? മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷീറ്റ്സ് ആക്കി നമ്മൾ എന്താ പറയാ? മാലിയബിലിറ്റി. ഇനി വേറൊരു പ്രോപ്പർട്ടി മെറ്റൽസിന് എന്താണെന്നറിയോ? നമുക്ക് ഇതിനെ തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. മെറ്റൽസിനെ നമുക്ക് നേരത്തെ നമ്മൾ അടിച്ച് പരത്തി എന്താക്കിയേ? ഷീറ്റ്സ് ആക്കി മാറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിനെ നമുക്ക് നല്ല നേർന്ന വയേഴ്സ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ആ പ്രോപ്പർട്ടിയുടെ പേര് എന്താണെന്നറിയോ? ആണെന്ന് പറഞ്ഞാൽ എന്താ അധികം അറിയാം? ഡക്റ്റിലിറ്റി. എന്താ പറയാ? ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്താ? മെറ്റൽസ് എന്താക്കി മാറ്റുക ചെയ്യാം? വയേഴ്സ് ആക്കിയിട്ട് മാറ്റും. അപ്പൊ നമ്മളിപ്പോ എത്ര റൊപ്പ് പഠിച്ചിട്ടുണ്ടെന്നാ? ഒന്ന് മാലിയബിലിറ്റി, രണ്ട് ഡക്റ്റിലിറ്റി. മാലിയബിലിറ്റി എന്താക്കുക? ഷീറ്റ്സ് ആക്കിയിട്ട് മാറ്റും. ഡക്റ്റിലിറ്റിയോ വയേഴ്സ് ആക്കിയിട്ട് മാറ്റും. ഇത് കണ്ടവരുണ്ടോ? നമുക്കിത് വെച്ചിട്ട് എടുത്താലും കിട്ടില്ല. വീട്ടിലേക്ക് മറ്റേ LED ബൾബാണ്. അപ്പൊ ഇതിന്റെ ഉള്ളില് ഒരു തിൻ വയറാണ്. നിങ്ങൾ എന്താ പറയാ? വേറെ പറഞ്ഞ ഫിലമെന്റ്. ഈ ഫിലമെന്റ് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നതെന്ന് അറിയാം? ഏത് മെറ്റല്? ടങ്സ്റ്റൺ എന്ന് പറഞ്ഞൊരു മെറ്റലാണ് നമ്മൾ എന്തുണ്ടാക്കുക? ഈ ബൾബിന്റെ ഫിലമെന്റ് ഉണ്ടാക്കുക. ടങ്സ്റ്റൺ എന്താണെന്ന് അറിയാം? ടങ്സ്റ്റൺ ഒരു മെറ്റൽ ആണ്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടി എന്തെന്ന്? ഡക്റ്റിലിറ്റി. തിൻ വയറായില്ലേ? ആ ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ മെറ്റൽ നമ്മൾ എന്ത് ചെയ്തു? അടിച്ച് പരത്തി തിൻ വയറാക്കി നമ്മൾ എന്ത് ചെയ്തു? ഈ ബൾബിന്റെ എന്താക്കി മാറ്റി? ഫിലമെന്റ് ആക്കി മാറ്റി. അപ്പൊ ഈ കറണ്ട് വരുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. മറ്റേ ഓരോ പ്രോബ്ലം നേരത്തെ പഠിച്ചില്ലേ? എന്ത്? കണ്ടക്ടർ ഇലക്ട്രിസിറ്റി പഠിച്ചില്ലേ? അങ്ങനെ എന്ത് ചെയ്യും? ഈ ബൾബ് ഗ്ലോ ചെയ്യും. കാണാൻ നിങ്ങൾക്ക് ഈ ബൾബ് എല്ലാവർക്കും ഫിലമെന്റ്. അതാണ് ടങ്സ്റ്റൺ വയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ടങ്സ്റ്റൺ ഒരു മെറ്റലാണ്. കണ്ടാ? അറിയുന്നില്ല എത്ര നേർന്നൊക്കെ തിന്നാൻ പറ്റിയ വയർ. പിന്നെ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ ഏതാണെന്നറിയാം? നമുക്ക് ഏറ്റവും തിന്നാക്കാൻ വേണ്ടി പറ്റുന്ന മെറ്റൽ ഏതാണെന്നറിയോ? ആലോചിക്കുക. എല്ലാരും യൂസ് ചെയ്യുന്നത് അല്ല, കൂടുതലും ഗേൾസ് യൂസ് ചെയ്യുന്ന ഗോൾഡ് ആണ്. എന്ത് ചെയ്യുന്നത്? നമുക്ക് ഏറ്റവും ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റൽ ആണത് ഗോൾഡ്. അപ്പൊ ഇതിനെ നല്ലോണം തിന്നാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. റോൾ നമ്പർ 6 അബ്സെന്റ് 13 അബ്സെന്റ് 13 എക്സാം 18 21 ഇപ്പൊ പഠിച്ച പ്രോപ്പർട്ടീസ് പറഞ്ഞ മെറ്റൽസിന്റെ 7 പ്രോപ്പർട്ടി പഠിച്ചു.
ആദ്യം എന്താ പഠിച്ചേ? ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, എന്റെ പ്രോപ്പർട്ടി പറഞ്ഞു. ഹാമർ, പിന്നെ ഇലക്ട്രിക് വയർ, ബോയിലിംഗ് വെസൽ, conduct heat, ornaments, shine, mineral working, electricity, അതിന്റെ അടുത്ത് പറയുന്നുണ്ട് ബെല്ലിന്റെ ഇതാകുന്ന സൗണ്ട് ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടി എന്താ പറയാ? സൊണോറിറ്റി. പിന്നെ പഠിച്ചതാണ് മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും. നിങ്ങൾ ആരെങ്കിലും കൊല്ലന്റെ ആല കണ്ടിട്ടുണ്ടോ? കൊല്ലന്റെ ആല, കൊല്ലനെ അറിയാം? തട്ടാൻ, തട്ടാൻ എന്ന് പറയും. ആരെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? പേജ്